മനുഷ്യൻ അതായത് നമ്മുടെ പൂർവികർ എങ്ങനെയാണ് സെക്സ് ചെയ്താൽ മാത്രമേ സ്ത്രീ ഗർഭിണിയാകൂ എന്ന് മനസ്സിലാക്കിയത്? എങ്ങനെയാണ് മൃഗങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിവുണ്ടായത്? എങ്ങനെയാണ് സ്ത്രീ ഗർഭിണിയാവുന്നത്? ഈ ചോദ്യങ്ങൾ നമ്മളിൽ പലർക്കും ഉണ്ടാവും. ദി ഒറിജിൻ ഓഫ് സെക്സ്, ദി ഒറിജിൻ ഓഫ് റീപ്രൊഡക്ഷൻ ത്രൂ സെക്ഷുവൽ ഇന്റർകോഴ്സ്. ഇത് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്, അതുകൊണ്ട് മുഴുവനും കാണാൻ ശ്രമിക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ വീഡിയോ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് നമ്മൾ ഓരോരുത്തരും ഉണ്ടായതിൻ്റെ കാലം പറഞ്ഞ കഥകളാണ്. സെക്സ് എന്ന കാര്യം തന്നെ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുൻപ് തൊട്ടുള്ള ചരിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഈ ലോകത്തിലുള്ള എല്ലാ ജീവികളുടെയും സസ്യങ്ങളുടെയും പൂർവികൻ എന്ന് കരുതപ്പെടുന്ന ഒരു ഏകകോശ ജീവിയുണ്ട്. അതാണ് ലൂക്ക, ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്റർ. ഏകദേശം 250 കോടി വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ ഏകകോശ അഥവാ സിംഗിൾ സെൽ ജീവികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ബാക്ടീരിയ, ആർക്കിയ പോലുള്ള സൂക്ഷ്മജീവികൾ. അവർ സ്വയം ക്ലോൺ ചെയ്തുകൊണ്ട്, അതായത് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു റീപ്രൊഡക്ഷൻ നടത്തിയിരുന്നത്. ഒരു കോശത്തിന്റെ ന്യൂക്ലിയസിന്റെ ഉള്ളിലെ ക്രോമോസോംസ് രണ്ടായി മാറുകയും അത് മറ്റൊരു സെല്ലായി മാറുകയും ചെയ്യുന്നു. അങ്ങനെ സ്വയം മറ്റൊരു തലമുറയെ ഉണ്ടാക്കുന്ന പ്രക്രിയയെ ബൈനറി ഫിഷൻ എന്ന് വിളിക്കുന്നു. ഇതൊരു അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. അതായത് ഇങ്ങനെയുള്ള പുനരുൽപാദനത്തിന് രണ്ട് ജീവികൾ തമ്മിൽ ഇണചേരണമെന്ന് ആവശ്യമില്ല. ഒരു കോശം തന്നെ രണ്ടായി മാറുന്നത് കൊണ്ട് അവയ്ക്ക് ജനിതകപരമായി ഒരു വ്യത്യാസവുമില്ലായിരുന്നു. ഈ പ്രത്യുൽപാദന രീതി ഒരുപക്ഷെ 100 കോടി വർഷങ്ങളോളം നീണ്ടു നിന്നു. അവയ്ക്ക് അതുകൊണ്ട് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ് അതിന് കാരണം. പിന്നീട് ബാക്ടീരിയ അതിന്റെ ചുറ്റുപാടുമുള്ള അവസ്ഥയെ അനുസരിച്ച് ചെറുതായി മ്യൂട്ടേഷൻ ചെയ്യാൻ തുടങ്ങി. മ്യൂട്ടേഷൻ ഇൻ DNA അക്കോർഡിംഗ് ടു ദിയർ എൻവയോൺമെന്റ്. പക്ഷെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഉണ്ടാവണമെങ്കിൽ രണ്ട് ജീവികൾ 2 പെയർ DNA തമ്മിൽ ഷെയർ ചെയ്യണം. അതായത് ആണിൽ നിന്ന് 2ഉം പെണ്ണിൽ നിന്ന് 2ഉം. ദാറ്റ് ഈസ് XX ആൻഡ് XY ക്രോമസോംസ്. ഇങ്ങനെയുള്ള പ്രത്യുൽപാദനം തുടങ്ങുന്നത് 250 കോടി വർഷങ്ങൾക്ക് മുൻപ് പ്രോട്ടോസോയിക് എറയിലാണ്. ആ കാലഘട്ടത്തിൽ ഏകദേശം 200 കോടി മുതൽ 150 കോടി വർഷങ്ങൾക്ക് ഇടയിൽ പുതിയൊരു ജീവി ഉണ്ടാകുന്നു. അതാണ് ലീക്ക, ലാസ്റ്റ് യൂക്കാരിയോറ്റിക് കോമൺ ആൻസിസ്റ്റർ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ലൂക്കയും ലീക്കയും തമ്മിൽ എന്താണ് വ്യത്യാസം? ലൂക്ക എന്ന പൊതുപൂർവികനിൽ നിന്നാണ് ബാക്ടീരിയ, ആർക്കിയ, യൂക്കാരിയോട്ട എന്ന 3 തരം ജീവിവർഗങ്ങൾ ഉണ്ടാവുന്നത്. അതിൽ യൂക്കാരിയോട്ട എന്ന ജീവികളുടെ എല്ലാം പൂർവികനാണ് ലീക്ക. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺട്രിയ, ഗോൾഗി തുടങ്ങിയ പല മെംബ്രെയിനുകളും ഉണ്ടാവുന്നത് ഈ ലീക്കയിൽ നിന്നാണ്. അതിനു മുമ്പ് വരെയുള്ള ജീവികളിൽ ഇത്രയും സങ്കീർണമായ കോശമോ മെംബ്രെയിനുകളോ ഈ ജീവികൾക്കില്ലായിരുന്നു. അതായത് ഒരു രീതിയിൽ പറഞ്ഞാൽ ഇപ്പോൾ ഭൂമിയിലുള്ള എല്ലാ സസ്യങ്ങളുടെയും ജീവികളുടെയും മുത്തശ്ശിയായി വരും ഈ ലീക്ക. ഫോസിൽ റെക്കോർഡിൽ മാത്രമേ ഇവയെ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. പക്ഷേ അവ എന്തായിരുന്നുവെന്നോ എങ്ങനെയായിരുന്നുവെന്നോ അതിൻ്റെ രൂപം എന്താണെന്നോ നമുക്ക് അറിയില്ല. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. യുക്കാരിയോട്സ് ജീവികളിൽ നിന്നാണ് ആദ്യത്തെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആരംഭിക്കുന്നത്. അതായത് ഒരു കോശം 2ആയി മാറുന്നു, അവ പിന്നെയും വിഭജിക്കുന്നു. ഇതായിരുന്നു നേരത്തെ നടന്നിരുന്ന പ്രത്യുൽപാദനം. അങ്ങനെ വിഭജിച്ചു മാറിയ ഒരു കൂട്ടം കോശങ്ങൾ എഗ്സ് ആയിട്ട് മാറുന്നു, അഥവാ അണ്ഡമായിട്ട് മാറുന്നു. മറ്റൊരു കൂട്ടം സ്പേം അഥവാ ബീജമായിട്ട് മാറുന്നു. അതിൽ ഓരോന്നിനും 2 തരത്തിലുള്ള ജനിതകം ഉണ്ടായിരിക്കും. അതാണ് ജീൻസ് ആൻഡ് ക്രോമസോംസ്. അങ്ങനെ അവയിൽ തമ്മിൽ ചേരാൻ കഴിവുള്ള ഓരോന്ന് തമ്മിൽ കൂടിച്ചേരുന്നു, പുതിയ ജീവി ഉണ്ടാകുന്നു. ഈ കഴിവ് അവയ്ക്ക് ലഭിക്കാൻ തന്നെ കോടിക്കണക്കിന് വർഷങ്ങൾ എടുത്തു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ സെക്സ് എന്ന പ്രത്യുൽപാദന രീതി തുടങ്ങിയത് ലീക്കയാണെന്ന് തന്നെ പറയാം. ഇവയെല്ലാം നമ്മൾ മനസ്സിലാക്കിയത് റെഡ് ആൽഗയുടെ 160 കോടി വർഷങ്ങൾ പഴക്കമുള്ള ഫോസിലുകളിൽ നിന്നാണ്. ശേഷം മൃഗങ്ങൾ ഉണ്ടാവുന്നു. അവയും പുതിയ തലമുറ ഉണ്ടാക്കാനും പഠിച്ചു. അതിന് ഉദാഹരണമാണ് ഫുനീസി എന്നു പേരുള്ള ജീവിയുടെ ഫോസിൽ. 635 മുതൽ 541 മില്യൺ വർഷങ്ങൾ മുൻപ്, അതായത് എഡിയാകരൻ കാലഘട്ടത്തിലാണ് ഫുനീസിയ ജീവിച്ചിരുന്നത്. കടലിൽ ഒരു ബാംബു ഫോറസ്റ്റ് ഉണ്ടായാൽ എങ്ങനെയായിരിക്കുമോ അതുപോലെ തന്നെയായിരുന്നു അതിന്റെ രൂപം. പക്ഷേ ഇത് ഒരു സസ്യമോ പായലോ അല്ല, മറിച്ച് സീ സ്പോഞ്ചസ് അല്ലെങ്കിൽ സോഫ്റ്റ് കോറൽസ് പോലെയുള്ള ഒരു ജീവിയായിരുന്നു ഫുനീസിയ. പക്ഷേ കൈകളോ കാലുകളോ ചിറകുകളോ വാലോ ഒന്നുമില്ലാത്ത ഈ ജീവി എങ്ങനെയായിരിക്കണം സെക്സ് ചെയ്തിട്ടുണ്ടാവുക? ഇവയുടെ ഫോസിലുകളിൽ നിന്നും നമുക്ക് അവ പ്രത്യുൽപാദനം നടത്തുന്ന രീതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ജീവിയുടെ പ്രത്യേകത എന്തെന്നാൽ അവയുടെ തലമുറകൾക്കെല്ലാം ഒരേ വലിപ്പവും ഉയരവുമായിരുന്നു എന്നതാണ്.
അതായത് ഒരു ഓയിസ്റ്റർ അഥവാ മുത്തുച്ചിപ്പി എങ്ങനെയാണോ തലമുറകളെ ഉണ്ടാക്കിയിരുന്നത്, അതുപോലെ തന്നെയാണ് ഫുനീസിയയും റീപ്രൊഡക്ഷൻ നടത്തിയിരുന്നത്. അവ തന്റെ ഗ്യാമീറ്റ്സ് കടലിലെ വെള്ളത്തിലേക്ക് ഒഴുക്കി വിടുന്നു. അവ മറ്റൊരു സ്ഥലത്തേക്ക് ഒഴുകി വീഴുന്നു. അവിടെ പുതിയ തലമുറയുണ്ടാവുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രദേശത്തുള്ള ഈ ജീവികൾക്ക് ഒരേ വലിപ്പവും പ്രായവുമായിരിക്കും. ഒരു സമയം വരെ നമ്മൾ കരുതിയിരുന്നത് ഫുനീസിയ റീപ്രൊഡക്ഷൻ നടത്തിയിരുന്നത് ഇങ്ങനെ മാത്രമായിരുന്നു എന്നാണ്. പിന്നീട് ചില ഫോസിലുകൾ ലഭിക്കുകയും അതിനെ പരിശോധിച്ചപ്പോൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാൻ സാധിച്ചു. ആ ഫോസിലുകളിൽ അവയ്ക്ക് പുതിയ ബഡ് വരുന്നത് പോലെയായിരുന്നു. ആ ബഡ് പിന്നീട് പുതിയ ജീവിയായി മാറുന്നു. ദി എക്സാക്ട് ക്ലോൺ ഓഫ് ഇറ്റ്സ് പേരന്റ്. ഹൈഡ്ര പോലുള്ള ഫ്രഷ് വാട്ടർ ആനിമൽസ് ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് റീപ്രൊഡക്ഷൻ ചെയ്യുന്നത്. അങ്ങനെ ഒരു കാര്യം കൂടി മനസ്സിലായി, ഫുനീസിയയ്ക്ക് അസെക്ഷൽ ആൻഡ് സെക്ഷൽ രീതിയിലും പുതിയ തലമുറയെ ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷെ എന്തുകൊണ്ടാണ് ഇവ രണ്ട് രീതിയിലും റീപ്രൊഡക്ഷൻ നടത്തിയിരുന്നത്? സെക്ഷൽ റീപ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ രണ്ട് വ്യത്യസ്ത DNA-കളുള്ള ജീവികൾ പുതിയ ജീവിക്ക് ജനനം കൊടുക്കുന്നു. അവ ചേരുമ്പോൾ പുതിയ നിറമോ കഴിവോ വലിപ്പമോ ഉള്ള പുതിയ ജീവി ഉണ്ടാകുന്നു. ആ ജീവിക്ക് ചിലപ്പോൾ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനോ ആ പരിസ്ഥിതിയിൽ ജീവിക്കാനോ ഉള്ള പ്രത്യേക കഴിവുണ്ടായിരിക്കും. അതായത് കറുത്ത നിറമുള്ള എലി കറുത്ത പാറയിലിരുന്നാൽ ദൂരെ നിന്ന് നോക്കുന്ന ഇരപിടിയന്മാർക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ എലിക്ക് വെളുത്ത നിറമാണെങ്കിൽ കൃത്യമായി കാണാൻ സാധിക്കുകയും അവയെ ഇരപിടിയന്മാർ ഭക്ഷിക്കുകയും ചെയ്യും. ഇതാണ് നാച്ചുറൽ സെലക്ഷൻ. പക്ഷേ ചില സ്ഥലങ്ങളിൽ അവിടുത്തെ പരിസ്ഥിതി മാറാതെ നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ വ്യത്യസ്ത കഴിവുകളുള്ള ജീവികൾ ഉണ്ടാവേണ്ട ആവശ്യവുമില്ല. അതുകൊണ്ട് തന്നെ ആ ജീവികൾക്ക് സെയിം ആയി തന്നെ തുടരാൻ സാധിക്കും. ദാറ്റ് മീൻസ് ദർ ഇസ് നോ പ്രോബ്ലം ഓർ ത്രെറ്റ് ഈവൻ ഇഫ് ദേ ക്ലോൺ ദെംസെൽവ്സ്. അഥവാ ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നതുകൊണ്ടാവണം അവ സ്വയം മാറ്റത്തിന് വിധേയമായതും ക്ലോണുകൾ നിർമ്മിക്കാതെ വ്യത്യസ്ത കഴിവും നിറവും ഒക്കെയുള്ള തലമുറകളെ സൃഷ്ടിക്കാൻ തുടങ്ങിയത്. പക്ഷെ എങ്ങനെയാണ് ഒരു ജീവി മറ്റൊരു ജീവിയുമായി ഇണചേരാനും അതിലൂടെ തലമുറകളെ ഉണ്ടാക്കാനും പഠിച്ചത്? ഏകദേശം 385 മില്യൺ വർഷങ്ങൾക്ക് മുൻപാണ് ഈ ചരിത്രം തുടങ്ങുന്നത്. ആ കാലഘട്ടത്തിൽ കടലിൽ ജീവിച്ചിരുന്ന ഒരു ജീവിയാണ് മൈക്രോബ്രാച്ചിയസ് ഡിക്കി. ഫോസിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ ജീവിയാണ് ആദ്യമായി ഇണചേരാനും അതിലൂടെ ഗർഭധരിക്കാനും തലമുറകളെ ഉണ്ടാക്കാനും പഠിച്ചത്. 19-ാം നൂറ്റാണ്ടിൽ സ്കോട്ട്ലൻഡിൽ ജീവിച്ചിരുന്ന ഒരു ശാസ്ത്രജ്ഞനായിരുന്നു റോബർട്ട് ഡിക്ക്. അദ്ദേഹം പഠനങ്ങൾ നടത്തുന്ന സമയത്താണ് ഒരു കല്ലിന്റെ ഉള്ളിൽ നിന്നും ഈ മത്സ്യത്തിന്റെ ഫോസിൽ കിട്ടുന്നത്. പക്ഷെ അദ്ദേഹത്തിന് പോലും അറിയില്ലായിരുന്നു ഈ ജീവിയാണ് ഇണചേരൽ തുടങ്ങി വെച്ചത് എന്ന കാര്യം. 2014 വന്ന പഠനങ്ങളുടെ ശേഷമാണ് ശാസ്ത്രജ്ഞർ ഈ കാര്യം ഉറപ്പിച്ചത്. അതായത് ലൈംഗികതയുടെ പിതാവ് എന്ന് വേണമെങ്കിൽ ഈ ജീവിയെ വിളിക്കാം. ഒരുമിച്ച് നീന്തുന്ന ജീവികൾ തമ്മിൽ ഒരു ബന്ധമുണ്ടാവുന്നു. പലപ്പോഴും അവ ഡോസിഡോ കപ്പിൾ ഡാൻസിങ് പോലെ ആയിരിക്കും നീന്തിയിരുന്നത്. ഒരുപക്ഷെ ഹോർമോണുകൾ തന്നെയാവാം അതിനും കാരണം. തുടർന്ന് ആ ബന്ധം ഇണചേരലായി മാറുന്നു. അങ്ങനെ ആണും പെണ്ണും ഇണചേരുന്നു. പണ്ട് വെള്ളത്തിലൂടെ ബീജം ഒഴുക്കി വിട്ടിരുന്ന ജീവികൾ പിന്നീട് ഇണചേരലിലൂടെ ബീജ കൈമാറ്റം നടത്താൻ തുടങ്ങി. പിന്നീട് ആ ഇണചേരൽ മറ്റു ജീവികളും കാണുന്നു. അവയും അത് അനുകരിക്കാൻ തുടങ്ങുന്നു. പിന്നീട് തലമുറകൾ മുൻപോട്ട് പോകുന്നു. പുതിയതായി വന്ന ജീവികളെല്ലാം ഇത് തന്നെ പിന്തുടർന്നു. അങ്ങനെ മൃഗങ്ങളായിരുന്ന മനുഷ്യരും അതേ രീതി തന്നെ തുടർന്നു. ഇന്നും അത് തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ രണ്ട് വ്യത്യസ്ത ജീവികൾ ഇണചേരുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് വ്യത്യസ്ത നിറങ്ങളും കഴിവുകളും ശരീര വലിപ്പവും ഒക്കെ ഉള്ളത്. തണുപ്പ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ വെളുത്ത തൊലിയുള്ള ആളുകളും ചൂട് കൂടുതലുള്ള സ്ഥലങ്ങളിൽ കറുപ്പ് തൊലിയുള്ള ആളുകളും ഉണ്ടാവുന്നു. ഇതിനൊക്കെ കാരണം പരിസ്ഥിതി തന്നെയാണ്. എങ്ങനെയാണ് ഒരു ബീജവും അണ്ഡവും ചേർന്ന് പുതിയൊരു ജീവി ഉണ്ടാവുന്നത്? ആദ്യം നമുക്ക് ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും ലൈംഗിക അവയവങ്ങൾ എന്താണെന്നും എങ്ങനെയാണെന്നും മനസ്സിലാക്കാം. നമുക്കറിയാവുന്നതുപോലെ പുരുഷനും സ്ത്രീക്കും വ്യത്യസ്ത ജനനേന്ദ്രിയങ്ങളാണുള്ളത്. ഇത് എല്ലാ ജീവികളിലും ഒരേപോലെ തന്നെയാണ്. ഇതാണ് സ്ത്രീയുടെ പ്രത്യുൽപാദന അവയവം അഥവാ വജൈന. ഇതാണ് പുരുഷന്റെ പ്രത്യുൽപാദന അവയവങ്ങൾ അഥവാ പെനീസ് ആൻഡ് ടെസ്റ്റിസ്. ഇണചേരാൻ ഒരു ആണും പെണ്ണും തയ്യാറാവുമ്പോൾ അവരുടെ ശരീരത്തിൽ ഹോർമോൺസ് പ്രവർത്തിക്കാൻ തുടങ്ങും. പുരുഷ ശരീരത്തിൽ ടെസ്റ്റോസ്റ്റിറോണും സ്ത്രീകളുടെ ശരീരത്തിൽ പ്രൊജസ്റ്റിറോൺ, ഈസ്ട്രജൻ തുടങ്ങിയ ഹോർമോണുകളുമാണ് ഉള്ളത്. ഇണചേരുന്ന സമയത്ത് പുരുഷന്റെ ലിംഗം അഥവാ പെനീസ് എറക്റ്റ് ആവുന്നു. ഇതിന് കാരണം നൈട്രിക് ഓക്സൈഡ് സിന്തേസ് അഥവാ NOS എന്നു പേരുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ഈ ട്രാൻസ്മിറ്റർ തലച്ചോറിലേക്ക് ഒരു സിഗ്നൽ അയക്കുന്നു. ഗന്ധം, ചിന്ത, കാഴ്ച, സ്പർശനം തുടങ്ങിയ പല കാര്യങ്ങൾ ന്യൂറോ ട്രാൻസ്മിറ്ററിനെ ഓൺ അഥവാ ട്രിഗർ ചെയ്യുന്നു. അങ്ങനെ തലച്ചോറിൽ എത്തുന്ന സിഗ്നൽ ലിംഗത്തിലേക്ക് ബ്ലഡ് അയക്കുന്നു. അങ്ങനെ പെനിസ് വലുതാവുന്നു. സ്ത്രീയുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്താണെന്ന് നമുക്ക് നോക്കാം. പുരുഷന്മാർക്ക് ഒരു ഹോളും സ്ത്രീകൾക്ക് 2 ഹോളുമാണുള്ളത്.
സ്ത്രീകളിൽ ഒന്ന് മൂത്രവിസർജനത്തിനും മറ്റൊന്ന് ഗർഭപാത്രത്തിനും അഥവാ യൂട്രസിനും വേണ്ടിയാണ്. പക്ഷെ പുരുഷന്മാർക്ക് ബീജം പുറന്തള്ളാനും മൂത്രവിസർജനം നടത്താനും ഒരു ഹോൾ മാത്രമേ ഉള്ളൂ. പുരുഷ ശരീരത്തിൽ പുതിയ തലമുറയെ ഉണ്ടാക്കാനുള്ള ബീജം അഥവാ സ്പേം ഉണ്ടാകുന്നത് ടെസ്റ്റിസ് എന്ന ഭാഗത്താണ്. എന്താണ് സ്പേം ആൻഡ് സീമൻ? സെക്സ് ചെയ്യുന്ന സമയത്ത് ലിംഗത്തിൽ നിന്നും പുറത്തു വരുന്ന വെളുത്ത ദ്രാവകമാണ് സീമൻ. വാട്ടർ, പ്ലാസ്മ, മ്യൂക്കസ്, കാൽസ്യം, സ്പേം സെൽസ്, ഷുഗർ തുടങ്ങിയ പല കാര്യങ്ങൾ ചേർന്നിട്ടാണ് സീമൻ എന്ന ഫ്ലൂയിഡ് ടെസ്റ്റിസിന്റെ ഉള്ളിൽ, അതായത് വൃഷണത്തിന്റെ ഉള്ളിൽ ഉണ്ടാകുന്നത്. ജീവനുള്ള സെല്ലുകളാണ് സ്പേംസ്. അതിനാവശ്യമായിട്ടുള്ള ഊർജം, ഭക്ഷണം തുടങ്ങിയവയായിട്ടാണ് ഷുഗർ മാറുന്നത്. ഇതുപോലെ സ്ത്രീകൾക്കും ഒരു ദ്രാവകം ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിൽ ബീജം ഉണ്ടാവില്ല എന്ന വ്യത്യാസം മാത്രമാണുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകളുടെ ശരീരത്തിലും ഒരു പ്രത്യുൽപാദനത്തിന് വേണ്ടി ഒരു ഗ്യാമേറ്റ് സെല്ല് ഉണ്ടാവുന്നുണ്ട്. അതാണ് എഗ്ഗ്. ഇത് ഉണ്ടാവുന്നത് സ്ത്രീയുടെ അണ്ഡാശയം അഥവാ ഓവറിയിലാണ്. എല്ലാ മാസവും സ്ത്രീയുടെ ശരീരം അണ്ഡത്തോടൊപ്പം ഗർഭം ധരിക്കാനായി തയ്യാറായി നിൽക്കുന്നു. അതോടൊപ്പം ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ ബ്ലഡ് കൊണ്ട് ഒരു ലൈനിങ് ഉണ്ടാക്കുന്നു. പുരുഷന്റെ ബീജം ഉള്ളിൽ എത്താത്തത് കാരണം ആ രക്തവും അണ്ഡവും പിന്നീട് പുറന്തള്ളപ്പെടുന്നു. അതാണ് ആർത്തവം. എങ്ങനെയാണ് സെക്സ് ചെയ്യുന്നത്? വാട്ട് ഈസ് സെക്ഷൽ ഇന്റർകോഴ്സ്? എറക്റ്റായ പെനീസ് സ്ത്രീയുടെ വജൈനൽ ഹോളിന്റെ ഉള്ളിലേക്ക് കയറ്റുന്നു. അവിടെ സംഭവിക്കുന്ന ഉരസൽ അഥവാ ഫ്രിക്ഷൻ കാരണമാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഓൺ ആവുന്നത്. അത് സ്പൈനൽ കോഡിലേക്ക് ഒരു സിഗ്നൽ അയക്കുന്നു. സ്പൈനൽ കോഡ് ടെസ്റ്റിസിലേക്ക് ഒരു സിഗ്നൽ അയക്കുന്നു. ടെസ്റ്റിസ് സീമൻ ദ്രാവകം പുറത്തേക്ക് ശക്തിയായി പമ്പ് ചെയ്യുന്നു. ഇതിനെയാണ് ഇജാക്കുലേഷൻ എന്ന് വിളിക്കുന്നത്. ഒറ്റ ഇജാക്കുലേഷനിൽ ഏകദേശം 300 മില്യൺ സ്പേംസ് ആണ് പുറത്തു വരുന്നത്, അതായത് 30 കോടി ബീജങ്ങൾ. അങ്ങനെ ഈ ദ്രാവകം സ്ത്രീയുടെ വജൈനയുടെ ഉള്ളിലേക്ക് കയറുന്നു. സ്പേം എന്നത് ഒരു ജീവനുള്ള കോശമായതുകൊണ്ട് തന്നെ അവയ്ക്ക് ചലിക്കാൻ സാധിക്കും. അവയ്ക്ക് മുൻപോട്ട് നീന്താനായി വാലുമുണ്ട്. ഉള്ളിൽ കടന്ന കോടിക്കണക്കിന് ബീജങ്ങൾ ചിലതിന് മാത്രമേ അടുത്ത വാതിലായ സെർവിക്സ് കടന്ന് മുമ്പോട്ട് പോകാൻ സാധിക്കൂ. സ്പേമും എഗ്ഗും ചേർന്ന് പുതിയൊരു ജീവൻ ഉണ്ടാവുന്നു. അങ്ങനെ ആ ജീവൻ ഗർഭപാത്രത്തിൽ കിടന്ന് വളർന്ന് ഏകദേശം 10 മാസങ്ങൾക്ക് ശേഷം പുറത്തു വരാൻ വേണ്ടി തയ്യാറാകുന്നു. അങ്ങനെ 10 മാസങ്ങൾക്ക് ശേഷം അമ്മമാർക്ക് വേദന ഉണ്ടാവുകയും അവർ അവരുടെ വജൈനൽ ഹോളിലൂടെ കുട്ടിയെ പുറത്തെടുക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ഇടയിലുള്ള ഓരോ ഘട്ടങ്ങളും വിശദീകരിക്കാൻ ഇനിയും സമയം ആവശ്യമാണ്. നിങ്ങൾക്ക് അതുകൂടി അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായും കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വിശദീകരിച്ച് തരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾ ഓരോരുത്തരുടെയും കുട്ടികളെ കാണിക്കുക. അമ്മേ, അച്ഛ, ഞാൻ എങ്ങനെ ഉണ്ടായി എന്ന് കുട്ടികൾ ചോദിക്കുമ്പോൾ അവരോട് ദൈവം തന്നതാണ് എന്ന് കള്ളം പറയാതെ യാഥാർത്ഥ്യം പറഞ്ഞു കൊടുക്കാൻ ഓരോ മാതാപിതാക്കളും തയ്യാറാവട്ടെ. തെറ്റായ രീതിയിൽ സഹപാഠികൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് തെറ്റ് നടക്കുന്നത്. മാതാപിതാക്കൾ തന്നെ കുട്ടികൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ ഒരു പരിധിവരെ തെറ്റിദ്ധാരണകളും കുട്ടികളിലെ ജിജ്ഞാസയും കുറയ്ക്കാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.